നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഞ്ചാമത്തെ സ്ഥാനാർത്ഥി പട്ടിക അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് BJP. 111 പേരടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടികയാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. വയനാട്ടിൽ BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള K. സുരേന്ദ്രനെ മത്സരിപ്പിക്കുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. എറണാകുളത്തെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള ഡോക്ടർ KS രാധാകൃഷ്ണനും കൊല്ലത്ത് സിനിമാ നടനായിട്ടുള്ള G. കൃഷ്ണകുമാറും മത്സരിക്കുന്നു. കൂടാതെ ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടർ TN സരസു ആലത്തൂരിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് ഏറ്റവും പുതിയ വാർത്ത. നേരത്തെ മത്സരിക്കാനില്ലെന്നൊക്കെയായിരുന്നു സുരേന്ദ്രൻ നിലപാടെടുത്തിരുന്നത്. എന്നാൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കും ദേശീയ നേതാക്കളുള്ള ആനി രാജയ്ക്കുമെതിരെ BJP സംസ്ഥാന അധ്യക്ഷനെ തന്നെ രംഗത്തിറക്കി മത്സരം കടുപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് BJP മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലൊരു തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. അഞ്ചാം സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള BJPയുടെ സ്ഥാനാർത്ഥികളുടെ ചിത്രം പൂർണ്ണമായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം ഈ NDAയ്ക്കുള്ളിൽ തക്കതായിട്ടുള്ള അടികൾ നടക്കുന്നുണ്ട്. ഈ PC ജോർജിന് ക്ഷണം ലഭിക്കാത്ത സാഹചര്യം, തുഷാറിൻ്റെ കൺവെൻഷനിൽ നിന്ന് PC ജോർജിനെ ഒഴിവാക്കിയ സാഹചര്യം, ഒപ്പം തന്നെ തുഷാറും ജോർജും തമ്മിൽ നേരത്തെ തന്നെ പരസ്യമായിട്ടൊക്കെ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. അത് തന്നെ NDAയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ജോർജിനെ കൺവെൻഷനിലേക്ക് ക്ഷണിച്ചിട്ടില്ല. പകരം സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്ന കൺവെൻഷനിൽ നിന്നുമാണ് ജോർജിനെ ഒഴിവാക്കിയിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. തുഷാർ വെള്ളാപ്പള്ളിയുടെ റോഡ് ഷോയിൽ നിന്ന് ഉൾപ്പെടെ നേരത്തെ തന്നെ PC ജോർജ് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം PDJസും PC ജോർജും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുവാൻ BJPക്ക് അല്ലെങ്കിൽ BJP നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടിയും ഇരുകൂട്ടരും ഇതുവരെയും അതിന് വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ശരി. അപ്പോൾ NDA സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ NDAയ്ക്കുള്ളിലുള്ള തമ്മിലടി രൂക്ഷമാവുകയാണ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പത്തനംതിട്ട സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന PC ജോർജ് അവിടെ ഈ അനിൽ ആൻ്റണിയുടെ സ്ഥാനാർത്ഥിത്വം വന്നതോടുകൂടി ആ സ്ഥാനാർത്ഥിത്വത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയായിരുന്നു. അതേസമയം മുതിർന്ന നേതാവ് എന്ന നിലയിലുള്ള മുന്നണിയുടെ പരിഗണന പരിപാടികൾ ഇവയിലൊക്കെ അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് തന്നെയാണ് BDJs അടക്കമുള്ള സഖ്യകക്ഷികൾ പറയുന്നത്. കൂടാതെ ഇതിനകത്ത് പുതിയ സ്ഥാനാർത്ഥി ലിസ്റ്റിനകത്തേക്ക് വരുമ്പോൾ പുതിയ സ്ഥാനാർത്ഥികൾ എത്തപ്പെടുമെന്നുള്ളത് തന്നെയായിരുന്നു ആദ്യത്തെ കണക്കുകൂട്ടലുകൾ. പക്ഷേ ആ കണക്കുകൂട്ടലുകൾക്കപ്പുറമാണ് ഇപ്പോഴത്തെ ഈ ഒരു 4 പേരടങ്ങുന്ന പുതിയ സ്ഥാനാർത്ഥി പട്ടിക കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും K. സുരേന്ദ്രനും ഒപ്പം തന്നെ ഡോക്ടർ രാധാകൃഷ്ണനും കൂടാതെ G. കൃഷ്ണകുമാറും സരസുവും ഉൾപ്പെടെ 4 പേർ മത്സരത്തിലേക്ക് എത്തപ്പെടുന്നു. കൊല്ലത്തും ആലത്തൂരിലും കൂടാതെ എറണാകുളത്തും വയനാട്ടിലുമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ സ്ഥാനാർത്ഥികൾ നിർണയം പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ ഇനി മുന്നോട്ട് എന്ത് എന്ന് NDA ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചൂടിലേക്ക് എത്തുക എന്നുള്ളതാണ്. പക്ഷേ ആ ചൂടിലേക്ക് എത്തപ്പെടുമ്പോഴും ഇതിനുള്ളിൽ NDAയ്ക്കുള്ളിൽ പരസ്പര ധാരണയോടുകൂടി പോകാൻ കഴിയാതായി പോകുന്ന PC ജോർജും ഒപ്പം തന്നെ ഈ തുഷാർ വെള്ളാപ്പള്ളിയും തമ്മിലുള്ള ശീതസമരം തുടരുന്നുണ്ട്. തുഷാർ വെള്ളാപ്പള്ളിയെയും അംഗീകരിക്കുന്ന ഒരു സമീപനം ഒരിക്കലും PC ജോർജ് സ്വീകരിക്കുകയില്ല. PC ജോർജ് വെള്ളാപ്പള്ളിക്കെതിരെ നിശിതമായ വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയെ അനുകൂലിക്കുന്ന ഒരു തരത്തിലേക്ക് എത്താത്ത ഒരു സാഹചര്യത്തിൽ PC ജോർജ് തുഷാർ വെള്ളാപ്പള്ളിയുമായി ഒന്നിച്ചു പോവുക അസാധ്യമാണ്. BJPയുടെ മുതിർന്ന നേതാക്കൾ അതായത് PC ജോർജിനെയും ഒപ്പം തന്നെ തുഷാർ വെള്ളാപ്പള്ളിയെയും ഇരുത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നാണ് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ വഴങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ PC ജോർജ് എന്ന് പറയപ്പെടുന്ന നേതാവ് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലായിരിക്കും, UDFലോ അല്ലെങ്കിൽ LDFലോ മാറി കളം മാറി ചവിട്ടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഈ PC ജോർജ് എന്ന് പറയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പോടുകൂടി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പോടുകൂടി LDFലും UDFലും ചേക്കേറാൻ കഴിയാതെ വണ്ണം പുറത്തേക്ക് തള്ളപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. LDFകാരും സ്വീകരിച്ചില്ല, UDFകാരും സ്വീകരിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് LDFിൽ നിന്നുകൊണ്ട് UDFനെയും UDFിൽ നിന്നുകൊണ്ട് LDFനെയും സകലമാന നേതാക്കളെയും തെറി പറയുന്ന ഒരു സാഹചര്യം അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 2 മുന്നണികളും പുറത്തേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവർ സ്വീകരിച്ചില്ല PC ജോർജിനെ. അതുകൊണ്ട് തന്നെ NDAയിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അന്നേ ചിലപ്പോൾ NDA കരുതിയിരിക്കണം PC ജോർജ് എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് NDAയ്ക്കുള്ളിലേക്ക് എത്തപ്പെടുമ്പോൾ പടലപ്പിണക്കങ്ങളടക്കം ഇപ്പോൾ നടക്കുന്ന തമ്മിലടികളടക്കം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇനി കോൺഗ്രസിനുള്ളിൽ നിന്ന് ഇപ്പോൾ ഇതാ BJPയിലേക്ക് അംഗങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, ഒപ്പം തന്നെ മറ്റു പാർട്ടികളിൽ നിന്ന് കടന്നു വരുന്നു. അപ്പോൾ അധികാരം എവിടെയുണ്ടോ അവിടേക്ക്
നേതാക്കന്മാർ കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ കോൺഗ്രസിലെയും CPM-ൻ്റെയും ഒപ്പം തന്നെ PC ജോർജിൻ്റെയും ഒക്കെ പാർട്ടികളിൽ നിന്നിങ്ങനെ നേതാക്കൾ NDA-യിലേക്ക് അല്ലെങ്കിൽ BJP-യിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ NDA എന്ന് പറയപ്പെടുന്ന മുന്നണി അഭിമുഖീകരിക്കാൻ പോകുന്ന ഭീഷണി എന്ന് പറഞ്ഞാൽ തമ്മിലടി തന്നെയായിരിക്കും. അതിനെ എത്രയും പെട്ടെന്ന് BJP-യുടെ കേന്ദ്ര നേതൃത്വം, ദേശീയ നേതൃത്വം അടക്കമുള്ളവ ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ NDA-ക്കുള്ള ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തമ്മിലടി നിർത്തിവെക്കേണ്ടതാണ്. അതിന് പരിഹാരം കണ്ടെത്തേണ്ടതാണ്. ആ തമ്മിലടിക്ക് പരിഹാരം കണ്ടെത്തിയതിന് ശേഷം മാത്രമായിരിക്കണം പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകേണ്ടത്. ഇല്ല എന്നുണ്ടെങ്കിൽ NDA എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ NDA എന്ന് പറയപ്പെടുന്ന മുന്നണിക്കുള്ളിൽ വല്ലാത്ത അടിയൊഴുക്കുകൾ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.